അതുപോലെ തന്നെ ബാത്റൂമിൽ ഒരു സഫക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ നല്ല രീതിയിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. 100 ഇൻറ്റീരിയർ ഹാക്സ് ഇൻ 100 ഡേയ്സ് ഡേ 49. ഇന്ന് നമുക്ക് ബാത്റൂമിൽ എക്സോസ്റ്റ് ഫാൻ കൊടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിന് എക്സോസ്റ്റ് ഫാൻ കൊടുക്കണം? ഇത് ബേസിക്കലി വളരെ സിമ്പിളാണ്. ബാത്റൂമിൽ വരുന്ന ഓർഡർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, ഹോട്ട് എയർ, ഇത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് വാൾ മൗണ്ടഡ് ആയിട്ട് കൊടുക്കാം, അഡീഷണലി സീലിംഗ് മൗണ്ടഡ് ആയിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ വിൻഡോ മൗണ്ടഡ് ആയിട്ടും കൊടുക്കാം. വിൻഡോ മൗണ്ടഡ് ആയിട്ട് കൊടുക്കുമ്പോൾ കാണാൻ അത്ര എലഗൻ്റ് അല്ലെങ്കിലും പർപ്പസ് മീറ്റ് ചെയ്യും. പക്ഷേ പൊസിഷനിങ് നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആവണമെന്നില്ല. പൊസിഷനിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതിൻ്റെ പ്ലേസ് ചെയ്യുന്ന ഹൈറ്റാണ്. മാക്സിമം ഹൈറ്റിൽ തന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഹോട്ട് എയർ നല്ല രീതിയിൽ റിമൂവ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ വാൾ മൗണ്ട് ആയിട്ട് കൊടുക്കുന്ന സെപ്പറേറ്റ് ഏരിയയിൽ നമ്മൾ ഹോൾ കാര്യങ്ങൾക്ക് കൊടുത്ത് സർക്കുലർ അല്ലെങ്കിൽ സ്ക്വയർ വരുന്ന മോഡൽസ് അവൈലബിൾ ആണ്. കുറച്ചും കൂടി കാണാൻ സ്ലീക്ക് ലുക്ക് കിട്ടും. പക്ഷേ സീലിംഗ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതും ഓക്കെയാണ്. ദെൻ സീലിംഗ് മൗണ്ടഡ് എന്നുള്ളൊരു ഓപ്ഷനാണുള്ളത്. ഇത് നമ്മൾ ഫോൾ സീലിംഗ് കൊടുക്കുമ്പോൾ ആ രീതിയിലാണ് കൊടുക്കുക. അഡീഷണലി നമുക്കിതിന് സെപ്പറേറ്റ് ഡക്ട്സും കാര്യങ്ങളും കൊടുക്കേണ്ട റിക്വയർമെൻറ്റ് ഉണ്ട്. ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഫോൾ സീലിംഗ്സിൽ നമുക്ക് അല്ലെങ്കിൽ ജനറലി ബാത്റൂമിൽ എക്സോസ്റ്റ് ഫാൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ ബാത്റൂമിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനറലി മോൾഡ്, അതുപോലെ തന്നെ ഫംഗൽ ജനറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് ജനറലായിട്ട് വരിക. അതുപോലെ തന്നെ ബാത്റൂമിൽ ഒരു സഫക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ നല്ല രീതിയിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക.